നഗരത്തിൽ കുറ്റകൃത്യങ്ങൾ നടന്നപ്പോഴെല്ലാം, കുറ്റവാളികളുടെ കയ്യാങ്കളികളെല്ലാം, കുറ്റകൃത്യങ്ങളുടെ കണക്കുകളെല്ലാം, അപ്പോഴെല്ലാം ഇതിനെ വെല്ലാൻ വേഷം മാറി വന്നു CID. പുതിയ കാലങ്ങളിലെ ചുരുളഴിക്കാത്ത കുറ്റങ്ങളെ മായ്ക്കാൻ പുതിയ രീതികളിൽ CID സ്ക്വാഡ് എപ്പോഴും ഒരുപടി മുകളിൽ. സോണിയേയിൽ ഞാൻ പിടിക്കാം. രക്ഷപ്പെട്ടു. ഞാൻ ക്യാച്ച് പിടിക്കാൻ പോയതല്ലേ, നീ എന്തിനാ ഇടക്കേറി വന്നതാ? മാറ് ഷോട്ട് അടിക്കാൻ വിട്. ഈ ക്യാച്ച് ഞാൻ എന്തായാലും പിടിക്കും. മല കയറിപ്പോയി ഞാൻ തേനി. നിങ്ങൾ നശിപ്പിച്ചു എന്റെ ഷെർവാനി. സോറി കന്ന സാർ. അല്ലെങ്ങനെ ഒരുങ്ങിച്ചമഞ്ഞ് ആരുടെയും കല്യാണത്തിന് പോവുകയാണോ? അല്ല, ഇന്ന് കവി സമ്മേളനമാണ്. ഞാൻ അങ്ങോട്ട് പോവുക. കവി സമ്മേളനത്തിൽ പോയി താങ്കൾ എന്ത് ചെയ്യാൻ പോവാണ്? ഞായർ കഴിഞ്ഞാൽ വരാൻ പോകുന്നത് തിങ്കൾ. ഞാനും പറയും നല്ല ഒന്നാം തരം കവിതകൾ. സംശയമുണ്ടോ? ഇനി ഞാൻ കവിതകൾ പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്റെ ഷെർവാണി നശിപ്പിച്ചില്ലേ? ഇനി ഞാൻ എന്തിട്ടാണ് പോവുക? സോറി അങ്ങകത്തേക്ക് വരൂ. ഞാൻ വാഷിംഗ് മെഷീനിലിട്ട് ഉടൻ നനച്ചു തരാം. അസുഖം വന്നാൽ കഴിച്ചിട്ട് മാറാത്ത മരുന്നോ? നിങ്ങൾ എന്നെ വാഷിംഗ് മെഷീനിൽ ഇടുമെന്നോ? അടികൈ. അല്ല, അങ്ങനെയല്ല, ഷെർവാണിയാണ്. ഉടൻ തന്നെ തലക്ക് ശരിയാക്കി നിങ്ങളുടെ കയ്യിൽ തരാം. അത് നല്ല കാര്യം തന്നെയാ. പിന്നെ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ എല്ലാവരും കവി സമ്മേളനത്തിൽ തീർച്ചയായും വരണം. വന്ന് ഞങ്ങളും കവിത പറയണോ? എങ്കിൽ ഞങ്ങള് വരുന്നില്ല. അല്ല കുട്ടികളെ, അങ്ങനെ പറയാൻ പാടില്ല. ശരിയെന്നാ ഞാനത് വേറെ രീതിയിൽ പറയാം. വി ആർ നോട്ട് കമ്മിങ്. ഹണി, ഇവർ തീർച്ചയായും വരും. അതെ, തീർച്ചയായും പോകാം. കഞ്ഞി കുടിക്കണമെങ്കിൽ ചമ്മന്തിയെ ചേരൂ. മിസ് ഖഡ്കർ ഇത് വേഗത്തിൽ നനച്ചു കൊണ്ടുവരൂ. അങ്ങകത്തേക്ക് വരൂ. ഇന്ന് നമ്മുടെ കവി സമ്മേളനത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് നമ്മുടെ കഴുതച്ചാരാണ്. കൈതട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യൂ. കവിത എന്നാൽ കഴുതയെ പോലെയാണ്. താൻ കവിത പറയാണോ അതോ കഴുതയെ പറ്റി പറയാണോ? കഴുതകൾ ഇവിടെയുമുണ്ട്, കഴുതകൾ അവിടെയുമുണ്ട്. എവിടെ നോക്കിയാലും കഴുതകളാണ്, കഴുതകൾ. നിങ്ങളുടെ കവിത എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എവിടെ കഴുതകളുണ്ട് അവിടെ കവിതകളുണ്ട്. ഇവിടെ നോക്കിയാലും അവിടെ നോക്കിയാലും കഴുതകളാണ്. എടാ കഴുത, നിന്റെ കവിത അവസാനിപ്പിക്കേ. അവന്റെ ഒരു കഴുത കവിത. കളിയാക്കുന്നോ? എന്നെ കളിയാക്കുന്നോ? ആരാണ് പറഞ്ഞത്? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ശാന്തരായിരിക്കൂ, ശാന്തരായിരിക്കൂ. ആരും പ്രശ്നമുണ്ടാക്കേണ്ട. അടുത്തായി ഇവിടെ വരാൻ പോകുന്നത് ധീരനായ കവി കട്ടാർ സിംഗ് തൽവാറാണ്. മൂക്ക് ഞാൻ ഇഴിച്ചു പൊട്ടിക്കും, നാക്ക് ഞാൻ പിഴുതെടുക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരും നോക്കുക പോലുമില്ല. മൂക്ക് ഞാൻ ഇടിച്ചു പൊട്ടിക്കും, നാക്ക് ഞാൻ പിഴുതെടുക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരും നോക്കുക പോലുമില്ല. കാട്ടിൽ കിടന്ന് കളിക്കും കാട്ടുവാസികൾ എപ്പോഴും. നാട്ടിൽ ഉത്സവം നടത്തും നാടുവാഴികൾ എന്നാലും. എവിടത്തെ ഉത്സവമാണ്? ഏതെങ്കിലും നല്ല കവിത പറയാൻ നോക്ക്. തന്റെ ആഗ്രഹത്തിന് കവിത ഒന്നും പറയണ്ട.
നിൽക്ക്. നിയമം ലംഘിക്കുന്നത് വലിയ നിയമലംഘനമാണ്. താൻ എന്നെ പിടിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ഈ മോഷണ ജോലി ഞാൻ നടത്താം. ഞാൻ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിതത്തിൽ ഒരിക്കലും മോഷ്ടിക്കുകയില്ല. അവിടെ പൊളിക്കുന്നതാണ് ഉചിതം. അത്തിക്കുത്തിക്കാനവരമ്പിൽ കല്ലേ കുത്ത് കരിങ്കുത്ത്. ഇൻസ്പെക്ടർ സാർ എന്തായാലും കറക്റ്റ് സമയത്തെത്തി. കണ്ണൻ സാർ എന്തായാലും ഇപ്പോൾ കവിത ചൊല്ലാൻ പോവുകയാണ്. സമയമുണ്ടോ? അല്ല, ഞാൻ എന്റെ സാറേ ഇരിക്ക. മഞ്ഞുകാലത്തിൽ എന്തിനാണ് മഴ പെയ്യുന്നത്? ഈ തക്കാളികളും മുട്ടകളും എന്തിനാണ് വേസ്റ്റ് ചെയ്യുന്നത്? പട്ടാളം വന്നിരിക്കുന്നു തീവ്രവാദികളെ ഓടിക്കാൻ. ഇവിടെ വന്നിരിക്കുന്നു ആരോ മോഷ്ടിക്കാൻ. ഞാൻ മോഷ്ടിക്കാൻ വേണ്ടി വന്നതല്ല, വെറുതെ ഇരിക്കാൻ വേണ്ടി ഇവിടെ വന്നതാ. നടക്കുന്നു കവി സമ്മേളനം, പക്ഷെ ഇരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു ഇവൻ മാത്രം. എന്താ ഇതിന്റെ അർത്ഥം? അടികൈ. ഞാൻ എന്ത് പറയാനാ? സ്വാഗതം. സാറൊന്ന് ചുമ്മാതിരിക്കേ, ഞാൻ പറയുമ്പോ കവിത പറഞ്ഞാൽ മതി. സൂര്യപ്രകാശം പ്രസരിക്കും എല്ലാ ദിക്കിലേക്കും. അറിയാമോ നിങ്ങൾക്ക്? പിടിക്കാതിരിക്കുവാനിരിക്കുന്നു കിരണം പോലെ എന്നാളും. ഞാൻ കുടുങ്ങുന്നു തന്നെ, അതൊന്ന് പിടിക്കാൻ പറ്റില്ല കിരണങ്ങൾ എന്നാലും. എന്നാൽ പിടിക്കപ്പെടും. എന്നാ പിടിച്ച് കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് പിടിച്ച് കാണിക്കടോ. ആ അല്ല, താനാരാ? യഥാ ഞാൻ ആരാണെന്നോ? താൻ അരമണിക്കൂർ കൊണ്ട് കൊല്ലുക. ഇനി തന്റെ കവിത കേൾക്കേണ്ട ഒരു ആവശ്യവുമില്ല. പറ്റുമെങ്കിൽ ഒന്ന് പിടിക്കേ, പിടിക്കേ, പിടിച്ച് കാണിക്കേ, കാണട്ടെ. പിടിക്കേ, പിടിക്കേ, പിടിക്കേ. അയ്യോ, അയ്യോ. ഇവൻ കള്ളനാണ്. പിടിക്കൂ. വിടരുത്, പിടിക്ക. വാതിലടക്ക്. ഇൻസ്പെക്ടർ പാണ്ഡ, ഇതാ പിടിച്ചോ കള്ളനെ. സംശയമുണ്ടോ? താങ്ക്സ്. ഇനി നിനക്ക് ജയിലിലായിരിക്കും സ്ഥലം. കള്ളനെ കണ്ട് ഡോഗി കുരച്ചു. നീ കവി സമ്മേളനം മുഴുവനും നശിപ്പിച്ചു. അടികൈ. എല്ലാവരും വളരെ സന്തോഷത്തിലാ. കവിത പറയാൻ പറ്റിയ സന്ദർഭം ഇതുപോലെ ഇനി ഒരിക്കലും അങ്ങേക്ക് കിട്ടിയെന്ന് വരില്ല. സംശയമുണ്ടോ? അതെ, വേഗം പറഞ്ഞോളൂ. ഞാൻ ചൊല്ലാൻ പോകുന്ന കവിത